നാട്ടിലിറങ്ങിയുള്ള കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്നതിനിടെ ഇന്നലെ ഒരു അഭിമുഖം പരന്നു. വനമന്ത്രിയുടെ ചുമതല റവന്യൂ മന്ത്രിക്ക് കൈമാറി എന്നായിരുന്നു പ്രചരിച്ച കാര്യം. എന്താണ് വാസ്തവം? 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ വരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ, ഓവർ ടു യു. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വ്യാപകമാവുകയും അതായത് 2 പേർ മരണമടയുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരം ഒരു അഭ്യൂഹം ശക്തമായത്. അതായത് വനം മന്ത്രി AK ശശീന്ദ്രൻ, അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ചുമതല കൈമാറി എന്നുള്ള ഒരു അഭ്യൂഹമായിരുന്നു. റവന്യൂ മന്ത്രി K രാജന് കൈമാറി എന്നാണ് ഈ അഭ്യൂഹം വളരെ ശക്തമായിരുന്നത്. കാരണം ഇപ്പോൾ വനം മന്ത്രി കോട്ടക്കൽ ആയുർവേദശാലയിൽ ചികിത്സയിലാണ്. അദ്ദേഹം മറ്റന്നാളാണ് ആശുപത്രി വിടുന്നത്. അതിനകം തന്നെ മറ്റൊരു മന്ത്രിക്ക് ചുമതല കൈമാറുക എന്നത് വനം മന്ത്രിക്ക് ഇപ്പോൾ ഈ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ജനരോഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ വനം മന്ത്രിക്ക് ചുമതലകൾ നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ള പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കും വിധമായിരുന്നു ഈ അഭ്യൂഹം. വളരെ ശക്തമായി തന്നെ മാധ്യമപ്രവർത്തകർക്കിടയിൽ ശക്തമായി തന്നെ ഇത് പരന്നിരുന്നു. എന്നാൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാൻ വനം മന്ത്രിയെയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയെയും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു നീക്കമേ ഇല്ല എന്നാണ് ഇരുവരും അറിയിച്ചത്. കാരണം ഈ വകുപ്പ് കൈമാറുന്നതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വകുപ്പുകൾ മാറ്റുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇതിൻ്റെ പരമാധികാരി മുഖ്യമന്ത്രിയാണ്. പക്ഷേ അത്തരത്തിൽ ഒരു നീക്കം, അതായത് ഒരു സഖ്യകക്ഷി നേതാവാണ് NCP നേതാവാണ് ഇപ്പോൾ ഈ വനം വകുപ്പ് കൈമാറുന്നത്. അത്തരത്തിലുള്ളൊരു കൂടിയാലോചനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരു ആലോചനയുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂടിയാലോചനയൊന്നും നടത്തിയിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ഒരു മന്ത്രിയുടെ ചുമതല മാറ്റേണ്ട സാഹചര്യമില്ല. ആശുപത്രിയിൽ ചികിത്സയ്ക്കിടയിലും വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അത് നിയന്ത്രിച്ചു കൊണ്ടുപോവുകയാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ. ഫയലുകൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ആവശ്യമില്ല എന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ അഭ്യൂഹം വളരെ ശക്തമായിരുന്നു. കുറച്ച് സമയമെങ്കിലും ഇതിനെ ചൊല്ലിയുള്ള ഈ വാർത്ത ശരിയാണോ എന്നത് അന്വേഷിക്കാനുള്ള ഒരു ത്വര മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മന്ത്രിയുടെ ഉറപ്പുകൾ അത് ലംഘിക്കപ്പെടുന്നു, അത് പാലിക്കുന്നില്ല എന്ന ആരോപണമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുന്നത്. കഴിഞ്ഞ 27-ാം തീയതി ഇടുക്കിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ആ തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല. പിന്നീട് വന്നിട്ടുള്ള ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് മന്ത്രി നൽകുന്ന ഉറപ്പുകൾ അത് തുടർച്ചയായി തന്നെ ലംഘിക്കപ്പെടുകയാണ്. 10 ലക്ഷം രൂപ ഈ വീടുകളിൽ ആക്രമണത്തിനിരയാകുന്നവരുടെ, കൊല്ലപ്പെടുന്നവരുടെ വീടുകളിൽ കൊണ്ടുചെന്നെത്തിക്കുക എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ ദൗത്യം. അതിനപ്പുറത്തേക്ക് ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നില്ല, മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ശക്തമായി നിലനിൽക്കുന്നതിനിടെയാണ് ഈ അഭ്യൂഹം പരന്നത് എന്നതാണ് മറ്റൊരു കാര്യം. SK. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. ഇനി 24 ഒബ്സർവർ ദിലീപ് കുമാർ നാളെ വരും ഇതേ സമയം.